കൊല്ലത്തെ കൊട്ടിയത്തിന് സമീപത്താണ് മൈലക്കാടാണ് ദേശീയപാത ഇടിഞ്ഞതാണ് വലിയ അപകട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ ബസ് ഉൾപ്പെടെ സർവീസ് റോഡിലുണ്ടായിരുന്ന 4 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. യാത്രക്കാർ സുരക്ഷിതരാണ് എന്ന വലിയ ആശ്വാസകരമായ സാഹചര്യം ഉണ്ട് എങ്കിലും വലിയൊരു അപകട മുഖമാണ് അവിടെ രൂപപ്പെട്ടത്. ദേശീയപാതയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞ് വീഴുകയായിരുന്നു. ക്രെയിൻ എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ മാറ്റാനുള്ള ശ്രമം തുടരുന്നു. അതേസമയം നാട്ടുകാർ വാഹനങ്ങൾ ഉന്തി അവിടെ നിന്ന് മാറ്റാനും ശ്രമിക്കുകയാണ്. വലിയ ഉയരത്തിലാണ് ദേശീയപാത ആ ഭാഗത്തുകൂടി കടന്നു പോകുന്നത്. ഇരുവശത്തും വലിയ കോൺക്രീറ്റ് പാളികൾ ഉപയോഗിച്ച് റോഡ് ഉയർത്തിയിട്ടുണ്ട്. സർവീസ് റോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊല്ലം തിരുവനന്തപുരം ഗതാഗതം നടക്കുന്ന റോഡാണ്. 2 വശത്തു കൂടിയാണ് ആ ഗതാഗതം. നടുക്ക് ദേശീയപാതയിൽ പണി നടക്കുന്നു. ഉയരത്തിൽ ഈ കാണുന്ന പോലെ വലിയ സ്ലാബ് ഉയർന്നു നിൽക്കുകയാണ്. അതിനുള്ളിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുകയാണ്. അതാണ് അശാസ്ത്രീയമായി അങ്ങനെ ഒരു പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റുന്ന ഉൾപ്പെടെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. കണ്ണൻ നായരുണ്ട്. കണ്ണൻ, അത്യന്തം അപകടകരമായ സാഹചര്യം അത് പലയിടത്തും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നമ്മുടെ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഷൂട്ടിന് ശേഷം ഈ റോഡിലൂടെയാണ് ഞാൻ വന്നത്. അപ്പോഴും ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു, വാഹനത്തിലുണ്ടായിരുന്നു, ഇത്ര ഉയരത്തിൽ ഇങ്ങനെ കെട്ടി നിർത്തിയാൽ മണ്ണുറച്ചിട്ടുണ്ടോ, ഇത് മറിഞ്ഞു വീഴില്ലേ എന്നൊക്കെ ആർക്കും തോന്നുന്നൊരു സംശയമായിരുന്നു. അതവിടെ സംഭവിച്ചു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം. കാര്യം ഇവിടെ ഈ റോഡിൻ്റെ അടിയിൽ കൂടി ഒരു ഒഴുക്കുന്ന ഒരു പഴയ ഓടയുണ്ട്. ആ ഓടയിലെ കാര്യങ്ങൾ പരിശോധിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയത ഇല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണം എന്ന് നിസ്സംശയം പറയാം. ഇപ്പോൾ ജില്ലാ കളക്ടർ ദേവിദാസ്, അതുപോലെ തന്നെ NHAI ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ പരിശോധന നടത്തുകയാണ്. എന്തൊക്കെ പരിശോധന നടത്തിയാലും ഇത് നേരത്തെ നടത്തേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള പരിശോധനകൾ, മണ്ണ് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ നടത്തേണ്ടതായിരുന്നു. ഇന്ന് 3:55 കൂടിയാണ് സംഭവം ഉണ്ടായത്. 3:55 കൂടിയാണ് സംഭവം ഉണ്ടായത്. ആ 4 വാഹനങ്ങൾ, 3 കാറുകൾ, അതിലൊരു കാർ രജിസ്റ്റേർഡ് കാറാണ്, പുതിയ നമ്പർ പോലും കിട്ടാത്ത കാറാണ്. അതുപോലെ തന്നെ ഒരു സ്കൂൾ ബസ്, അങ്ങനെ 32 കുട്ടികളുമായി വന്ന ഒരു സ്കൂൾ ബസ്, അങ്ങനെ ഉള്ള വാഹനങ്ങളാണ് പെട്ടെന്ന് അപകടത്തിലേക്ക് പോയത്. നമുക്ക് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. Firstly, very sad this incident has occurred. Unfortunate. And we'll be getting it investigated in detail why this incident has taken place. And once we do so, we'll get you the report. आप सबको पता चल जाएगा क्या कर रहे हैं हम लोग. But give us some time. हम लोग इसको investigate करके we'll get back to you on this thing. ठीक है? And our endeavor is to make good road. Yes, this is unfortunate, but our endeavor is to make good road. ठीक है? And we will continue to make this good road. This setback will not actually pull us back. We'll learn from it and improve and make better roads. What are precautions and the safety measures have you taken in this building? That's a standard safety procedure. We take it. All safe standard methods are there. We always take that. Several complaints are raised by this local people. You are not following any that's not safety true. measures. No, that's not true. That's not true. That's not true. Following construction. Yes, we are following it. See, as far as possible, we are following as much safety possible as safety precautions we are taking it. And they are also complaining that there are no kind of supervision. That's wrong. That's wrong. You think without supervision so much kilometer road has come up like that? Proper way. Do you think it has come up? How many proper? It is very much proper. One odd incident doesn't make it improper. How do you see what is the solution? Let the investigation team come and tell us. Rebuilding this road? Yes, obviously we will rebuild it. Obviously, we will not leave it as it is. We will definitely take corrective measures and build a better one. അതായത് ഈ ദേശീയപാതയിൽ തകർന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും പുനർനിർമ്മിക്കും. ഇപ്പം തന്നെ വലിയ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. ദേശീയപാത അതോറിറ്റി ഇത്തരത്തിൽ നിർമ്മാണ കമ്പനിയുടെ കാര്യങ്ങളെ പരിശോധിക്കുന്നില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതി തെറ്റാണ് എന്നുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വീണ്ടും പ്രതികരിക്കുന്നു. കൺസ്ട്രക്ഷൻ കമ്പനി അതിൽ വരും. പക്ഷേ പ്രോജക്ട് ഡയറക്ടറുമായിട്ട് ഞാനൊരു ഡിസ്കസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ കൺസ്ട്രക്ഷൻ കമ്പനി? അതെ, അവർ ചോദിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയോട്. പുനർനിർമ്മിക്കുന്നുള്ളതല്ലേ അവർ തന്നെ പറയുന്നത്? പറഞ്ഞല്ലോ, ഇതിനേക്കാളും ബെറ്റർ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. നോക്കാം. ഓക്കെ, താങ്ക് യു.
അതായത് നേരത്തെ അവർ പറഞ്ഞതിൻ്റെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ അതിന് സമാനമായുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. കളക്ടർ പറയുന്നതനുസരിച്ച് ദേശീയപാത പുനർനിർമ്മിക്കുമെന്നുള്ള ഉറപ്പ് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും അങ്ങനെ കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ പോലും എന്തുകൊണ്ടൊരു സൂപ്പർവിഷൻ ഉണ്ടായില്ല എന്നുള്ള ചോദ്യം ഉണ്ടായി. പക്ഷേ NHAI ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ കൃത്യമായിട്ടുള്ള പരിശോധന ഉണ്ടായിരുന്നു. ആ സൂപ്പർവിഷൻ NHAIയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. NHAIയുടെ ഭാഗത്ത് സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ, ഒരു പരിശോധന ഇല്ലെങ്കിൽ എങ്ങനെയാണ് കിലോമീറ്റർ കണക്കുള്ള റോഡ് ഇവിടെ നിർമ്മിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ കൂടിയാണ് ഒരു മറുചോദ്യമായി അത് ഉന്നയിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ളൊരു വീഴ്ച. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് 3:55 കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അപകട അവസ്ഥ ഉണ്ടാവുന്നത്. നാട്ടുകാരൊക്കെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ജില്ലാ കളക്ടറും ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ എത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എല്ലാം പരിഹരിക്കും എന്നതാണ് പൊതുവായ സാധാരണ നിലയിൽ അപകടമുണ്ടാകുമ്പോൾ ചുമതലപ്പെട്ടവർ എപ്പോഴും നൽകുന്ന മറുപടിയാണ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന്. പക്ഷേ സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ച വാഹനം ഉൾപ്പെടെ ആ ഗർത്തത്തിൽ കുടുങ്ങിപ്പോയി, അപകട മുനമ്പിൽ കുടുങ്ങിപ്പോയി. നോക്കൂ, ആ ദൃശ്യങ്ങളിൽ തന്നെ 4 വാഹനങ്ങളുണ്ട്. എത്ര വലിയ അപകടം അവിടെ ഉണ്ടാകാനുള്ള സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമാക്കുന്നതാണ് നേരത്തെ വന്ന ദൃശ്യങ്ങൾ. അത്രമേൽ ഗൗരവതരമായൊരു സാഹചര്യമാണ്. അതിവിടെ മാത്രമല്ല, മലപ്പുറത്ത് ഉൾപ്പെടെ കാസർഗോഡ് ഉൾപ്പെടെ നേരത്തെയും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു.